രാവിലെ സമയം ദൈവസന്നിധിയിൽ കടന്നു വന്ന അനുഗ്രഹിക്കപ്പെട്ട ആരാധന നമുക്ക് ദൈവസന്നിധിയിൽ ദൈവത്തെ സ്തുതിപ്പാൻ ഇടയാക്കിയ ദൈവത്തിൻ്റെ കൃപയ്ക്കാണ് സ്തോത്രം. ദൂരത്തു നിന്നും ചാരത്തു നിന്നും ശ്രദ്ധിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനും ഭാഷ ചെയ്യുന്ന ഈ കാപ്പച്ചന് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവത്തിൽ നിന്ന് നമ്മോട് ഓർപ്പിച്ചു. ശുശ്രൂഷകളെ ഇത്രത്തോളം കർത്താവ് അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് ഇന്ന് അല്പസമയം ദൈവത്തിൽ നിന്ന് സംസാരിപ്പാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്ന ഒരു വേദഭാഗം ഒരുമിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് സംസാരിപ്പാൻ മാനുഷികമായ വാക്കല്ല, ആയി സംസാരിക്കുന്നതിനപ്പുറത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ തട്ടിമുണർത്തുക. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിലും കർത്താവ് പലവിധമായ പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയങ്ങളാണ്. എങ്കിലും കർത്താവ് സഹായിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കായിട്ട് സ്തോത്രം. ഒരുമിച്ച് ഒരു വേദഭാഗം വായിച്ച് ചില നിമിഷങ്ങൾ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ. എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ദൈവത്തിൻ്റെ വചനം ഹോശിയ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ നമുക്ക് വായിച്ച് ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാനുള്ളത് എന്താണെന്ന് ശ്രദ്ധിപ്പാൻ ഇന്ന് കാലം കർത്താവ് നമുക്ക് ഇടയാക്കട്ടെ. ബുക്ക് ഓഫ് ഹോശിയ ചാപ്റ്റർ 2 വേഴ്സസ് 14 and 15. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവളോട് കൃത്യമായി സംസാരിക്കും. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആർക്കോർ താഴ്വരയെയും കൊടുക്കും. അവൾ അവിടെ അവളുടെ യൗവനകാലത്തിനെന്ന പോലെയും അവൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടു വന്നാണെന്ന പോലെയും വിധേയയാകും. ഇവിടെ പ്രവാചകന്റെ ഒരു ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. രാവിലെ നമ്മൾ ശ്രദ്ധിച്ചത് ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിലൂടെ തൻ്റെ അനുഭവം താന് കടന്നു പോകുന്ന സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തു. താവിൻ്റെ ദാസനത് വളരെ ശക്തമായി നമ്മെ ഓർമ്മിപ്പിച്ചു. ഇവിടെ പ്രവാചകനായ ഹോശിയ തൻ്റെ അനുഭവത്തിലൂടെ ചില കാര്യങ്ങൾ ദൈവം തന്നെ നടത്തിയതും ദൈവം പറഞ്ഞതനുസരിച്ച് തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ അനുസരിച്ചു. അതൊരു ജീവിക്കുന്ന ഒരു എക്സാമ്പിൾ, ഒരു ഉദാഹരണമായിട്ട് കൊണ്ടുവന്നിട്ട് മനുഷ്യ സമൂഹത്തെ മൊത്തം, പ്രത്യേകിച്ച് ഇവിടെ പറയുന്ന ഇസ്രയേൽ രാജ്യത്തെ സംബന്ധിച്ചാണെങ്കിലും മനുഷ്യവർഗത്തിൻ്റെ മൊത്തമായിട്ടൊരു ചരിത്രം ഇവിടെ തൻ്റെ അനുഭവത്തിലൂടെ വിവരിക്കുകയാണ് ചെയ്യുന്നത്. ഹോശിയ എന്ന വാക്കിൻ്റെ അർത്ഥം യേശു, യോശുവ, ഇതെല്ലാം ഒരേ റൂട്ടിൽ നിന്ന് വന്നിട്ടുള്ള വാക്കുകളാണ്. മറ്റൊന്നുമില്ല. നമുക്കറിയാം യേശു എന്ന വാക്കിൻ്റെ അർത്ഥം പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ, രക്ഷിത എന്നുള്ള വാക്കാണ്. അപ്പോൾ രക്ഷിതാവായ ഈ ഹോശിയയുടെ ജീവിതത്തിൽ ദൈവം ഒരു എക്സാമ്പിളായി ഇസ്രയേലിനെ, അല്ലെങ്കിൽ ലോക ജനതയെ മൊത്തം, ദൈവസഭയെ മൊത്തം ഇവിടെ കൊണ്ടുവന്ന് വളരെ വിശദീകരിച്ച് കാണിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുന്ന 2-3 ചിന്തകളാണ് എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തരുന്നത്. ഒന്നാമത്, ഈ ഇസ്രയേലിനെ എല്ലാ നന്മകളും കൊടുത്ത് ദൈവം തിരഞ്ഞെടുത്തു. അടിമത്തത്തിൽ നിന്ന് ദൈവം ഇസ്രയേലിനെ തിരഞ്ഞെടുത്തു. അവരെ മരുഭൂമിയിൽ കൂടെ നടത്തി. അവരെ കനാൻ ദേശത്ത് കൊണ്ടുവന്നു. അവർക്കെല്ലാം നന്മകളും കൊടുത്തു. അവരുടെ ജീവിതത്തിൽ രാജാക്കന്മാരെ കൊടുത്തു. വലിയ സമ്പത്ത് കൊടുത്തു.
ഇതിൻ്റെ എല്ലാം അവസാനത്തിൽ ഹോശിയ ജീവിക്കുന്ന കാലഘട്ടം, ഇവിടെ 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്കറിയാം. ഹോശിയ ജീവിച്ച കാലം. ഈ പിന്മാറ്റത്തിലേക്ക് പോയ ഇസ്രായേൽ ജനത്തെ വീണ്ടെടുക്കുവാൻ ദൈവത്തിൻ്റെ പ്ലാന് എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഹെഡിങ് എനിക്ക് കൊടുക്കാൻ കഴിയുന്നത്, എല്ലാ സമൃദ്ധിയുടെയും നടുവിൽ നിന്ന് ഒരു ശാപത്തിൻ്റെ അവസ്ഥയിൽ പോയ ജനത്തെ പ്രത്യാശയുടെ ഒരു വാതിൽ കൊടുത്ത് അവരെ പ്രത്യാശയിലേക്ക് നടത്തുന്ന ഒരു ആഹ്വാനമാണ് നമ്മളിവിടെ കാണുന്നത്. കാരണം ഇവിടെ എല്ലാ നന്മകളും സ്വർഗത്തിലെ ദൈവം കൊടുത്തു. എന്നാൽ ആ നന്മകളെ അവര് അനുഭവിക്കുന്നതിന് പകരം അതിനെ ദുർവിനിയോഗം ചെയ്ത് അവർ ശാപത്തിൻ്റെ കീഴിലായിത്തീർന്നു. ആ ശാപത്തിൻ്റെ കീഴിലായി തീർന്നതിൻ്റെ ഒരു ഉദാഹരണം പഴയ നിയമത്തിൽ നിന്ന് തന്നെ ഈ ഹോശിയ പ്രവാചകൻ ഒരു വെളിപ്പാടായി ഇവിടെ പറയുകയാണ്. അത് മറ്റൊന്നുമല്ല, 15-ാം വാക്യത്തിന്റെ അവസാനത്തിൽ പറയുന്ന കാര്യം, ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവളോട് കൃത്യമായി സംസാരിച്ച് ഞാൻ അവൾക്ക് എന്തു കൊടുക്കും? പ്രത്യാശയുടെ വാതിലായ ആഖോർ താഴ്വര കൊടുക്കും. ഇവിടെ ആഖോർ താഴ്വര എന്താണെന്നും പ്രത്യാശയുടെ വാതിലായിട്ട് തീരുവാനുണ്ടായ കാരണം എന്താണെന്നും നമ്മൾ അല്പസമയം ചിന്തിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അതിനു മുമ്പ് ഇതിന്റെ പശ്ചാത്തലം നമ്മളൊന്ന് ചിന്തിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, യഹൂദ രാജാക്കന്മാരായ ഉസ്സിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് ഇവരുടെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു പ്രവാചകനാണ്. ഇസ്രായേലിന്റെ അന്നത്തെ രാജാവായിരുന്നത് യെരൊബെയാം രണ്ടാമൻ. ഇസ്രായേൽ രാജ്യത്തിന്റെ സ്ഥാപകനായിരുന്ന യെരൊബെയാം ഒന്നാമനല്ല, രണ്ടാം. ഈ കാലത്ത് ഇസ്രായേൽ ഗോത്രം, ഇസ്രായേൽ രാജ്യം അസീറിയയിലേക്ക് അടിമകളായി പോകുന്നതിന് തൊട്ടു മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനാണ് ഈ ഹോശിയ. അപ്പൊ ഹോശിയയുടെ ജീവിതത്തിൽ ഏറ്റവും ഇസ്രായേലിലും യഹൂദയിലും ഭൗമികമായി ഉയർച്ച വന്ന കാലഘട്ടമാണ്. ഏറ്റവും ഉയർച്ച വന്നു. ഉസ്സിയാവ്, ഹിസ്കിയാവ് ഇവരുടെയൊക്കെ കാലത്ത് ഈ യഹൂദയും അതുപോലെ തന്നെ ഇസ്രായേലും സമ്പത്ത് കൊണ്ട് നിറഞ്ഞ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന 2-3 പ്രവാചകന്മാരെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് യെശയ്യാവാണ്, യഹൂദ ദേശത്തെ പ്രവാചകനായിരുന്ന യെശയ്യാവ്. അതുപോലെ തന്നെ ഈ ഇസ്രായേൽ ദേശത്ത് പ്രവചിച്ചിരുന്ന ഒരു വലിയ പ്രവാചകനായിരുന്നു ആമോസ്. അവരുടെയൊക്കെ പ്രവചനം വായിക്കുമ്പോൾ നമുക്കറിയാം, എല്ലാ സമൃദ്ധിയും ഉള്ള കാലഘട്ടം, ആനക്കമ്പ് കൊണ്ടുള്ള പരവതാനികൾ ഉള്ള ഒരു കാലഘട്ടം, എല്ലാ ഉയർച്ചയുമുള്ള ഒരു കാലഘട്ടം. ഇതെല്ലാം യഹൂദയിലും ഇസ്രായേലിലും ഉണ്ടായിരിക്കുന്ന കാലത്ത് ദൈവത്തിന്റെ ദാസനായ ഹോശിയായോടൊരു കാര്യം പറഞ്ഞു. തൻ്റെ ജീവിതം ഒരു എക്സാമ്പിളായിട്ട്, തൻ്റെ ജീവിതം ഒരു പ്രവചനം പറഞ്ഞു പോകുകയല്ല, തൻ്റെ ജീവിതം തന്നെ ഒരു ഉദാഹരണമായിട്ട് ഇവിടെ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവിടുത്തെ വിഷയം മറ്റൊന്നുമല്ല, ഹോശിയായോട് പറഞ്ഞത് 1-ാം അധ്യായത്തിൽ വളരെ വിശദമായിട്ട് പറയും. 1, 2, 3 അധ്യായങ്ങളാണ്. 3 അധ്യായങ്ങൾ. ഇത് തൻ്റെ ജീവിത അനുഭവമാണ്. വെറും കഥയല്ല, പ്രവചനമല്ല. താൻ കടന്നുപോയ സാഹചര്യങ്ങൾ പറഞ്ഞത് മറ്റൊന്നുമല്ല. വഷളായി ജീവിക്കുന്ന ഒരു സ്ത്രീയെ, മക്കളെ ഭാര്യയായിട്ട് സ്വീകരിച്ച് അവളിൽ കൂടെ സന്താനത്തെ ജനിപ്പിച്ച് കൂടെ നിർത്തി
അവളെ ഭാര്യയായിട്ട് സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടം, അതിനുള്ള കൽപ്പന ദൈവം കൊടുത്തു. എന്നാൽ അവിശ്വസ്തയായി തീർന്ന ഗോമർ ചെയ്ത കാര്യം, അവൾ ഈ നന്മയെല്ലാം അനുഭവിക്കുക. ഈ ഭർത്താവിൻ്റെ ഒക്കെ പക്കൽ നിന്ന്, ഹോശിയായുടെ പക്കൽ നിന്ന് എല്ലാ നന്മകളും അനുഭവിക്കുമ്പോൾ തന്നെ അവിടെ ജീവിത രീതിക്ക് യാതൊരു വ്യത്യാസവും വരുത്താതെ അന്യരുടെ കൂടെ പിന്നെയും പോകുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ജീവിതം മുഴുവൻ നശിപ്പിച്ച് അവസാനം ഈ അടിമ ചന്തയിൽ ചെന്നിട്ട് അടിമയായി വിൽക്കപ്പെട്ട് ഈ പിന്നെയും ദൈവത്തിന്റെ അരുളപ്പാടിൻ പ്രകാരം ഈ ഗോമറിനെ പോയി ഹോശിയ സ്വീകരിച്ചു കൊണ്ടുവന്നിട്ട് വില കൊടുത്തു വാങ്ങിച്ച്. ഇതെല്ലാം ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത് മാത്രമല്ല, മനുഷ്യവർഗത്തെ കുറിച്ച് മൊത്തമായിട്ടൊരു കാര്യമാണെന്ന് ഇന്ന് നമ്മൾ ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. മനുഷ്യവർഗത്തെ മൊത്തമായിട്ട് ഇവിടെ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ ദൈവം ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. എന്നാൽ അവൻ പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയപ്പോൾ അവനെ തള്ളിക്കളയല്ല, അവനെ വീണ്ടും വിലയ്ക്ക് വാങ്ങി ദൈവമക്കളാക്കി തീർത്ത, ദൈവരാജ്യത്തിന്റെ അവകാശികളാക്കി തീർത്ത ഈ ഭാഗ്യകരമായ പ്രത്യാശയെ കുറിച്ചാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ മക്കൾ അടിമകളായി മിസ്രൈമിൽ പാർത്തപ്പോൾ അവരെ തേടി അവരെ രക്ഷിപ്പാൻ മോശ മുഖാന്തരം അനേക അത്ഭുതങ്ങൾ ചെയ്ത് മരുഭൂമിയിൽ കൂടെ അവരെ നടത്തി, അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി, അവരെ പ്രശ്നങ്ങളൊക്കെ നിറഞ്ഞ ആ മരുഭൂമിയിൽ എല്ലാ പ്രയാസങ്ങളുടെയും നടുവിൽ വൻപാറയുടെ തണലായി പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ഒക്കെ കൊടുത്ത് അവരെ മുന്നോട്ട് നടത്തി അവരന്വേഷിക്കാത്ത, അവർ കരുതാത്ത പാർപ്പിടങ്ങൾ കൊടുത്ത്, പണിതിട്ടില്ലാത്ത വീടുകൾ കൊടുത്ത്, പിടിച്ചിട്ടില്ലാത്ത കിണറ്റിലെ വെള്ളം കൊടുത്ത്, അവർക്ക് ഭവനങ്ങൾ കൊടുത്ത്, എല്ലാ നന്മകളും കൊടുത്ത് ഈ ഫലസ്തീൻ നാട്ടിൽ ദൈവം ഇസ്രായേലിനെ കൊണ്ടുവന്നാക്കിയിട്ടും അവര് സത്യദൈവത്തെ സേവിക്കാതെ വണ്ണം ദൈവത്തെ വിട്ട് അന്യ ദൈവങ്ങളെ സേവിച്ച് അന്യ ദൈവങ്ങളുടെ പുറകെ പോയി വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ബാൽ, അസ്തേരാത്ത് മുതലായിട്ടുള്ള സകല മ്ലേച്ഛതകളും നടത്തിയ കാലത്ത് അവരെ തിരിച്ചു കൊണ്ടുവരാൻ ദൈവത്തിന്റെ ദാസനായ പ്രവാചകനായ ഹോശിയാവിന് ഈ അനുഭവത്തിൽ കൂടെ കടത്തി. ഒരു കാര്യം ഞാൻ ഇതിനിടയ്ക്ക് ഓർക്കുന്നത് നല്ലതായിരിക്കും. ഞാനും നിങ്ങളും കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നമ്മളെ ദൈവം ചില മാർഗങ്ങളിലൂടെ കടത്തിവിടുമ്പോൾ കേവലം പറഞ്ഞു പോകുന്നവരായിട്ടല്ല, നമ്മുടെ ജീവിതത്തിന്റെ അനുഭവം കൂടെയാണ്. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാക്കി തീർക്കാൻ ദൈവം നമ്മെ പലപ്പോഴും പരിശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ എന്തുകൊണ്ട് ചോദിക്കുന്നതിനപ്പുറത്ത് ദൈവം നമ്മെ അയക്കുന്നിടത്ത് ദൈവത്തിന് അതിൽ കൂടെ ഒരു തോന്നുന്നുണ്ട്, ദൈവത്തിന് അതിൽ കൂടെ ഒരു ആലോചനയുണ്ട്. ദൈവം നടത്തുന്ന വഴികൾ വെറുതെയല്ല, ദൈവം നടത്തുന്നത് ദൈവത്തിന്റെ വഴിയിൽ, പ്ലാനിൽ നമ്മെ കൊണ്ടെത്തിക്കുകയാണ്. ദൈവത്തിന് ഇവിടെ നമ്മൾ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഈ ഇസ്രായേൽ മക്കൾ ഈ കനാൻ നാട്ടിലേക്ക് വരുന്ന വഴിക്ക് സംഭവിച്ച ഒരു കാര്യമാണ് ഇവിടെ ആഖോർ താഴ്വരയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അവര് മരുഭൂമിയിൽ 40 വർഷം കഴിഞ്ഞ് എല്ലാ സമൃദ്ധി, എല്ലാ നന്മകളും അനുഭവിച്ച് ആദ്യം ചെങ്കടലിലും അതിനുശേഷം മരുഭൂമിയിലും അതിനുശേഷം യോർദാൻ വറ്റിച്ച് കനാൻ നാടിന്റെ പടിഞ്ഞാറേ കരയിൽ
എരിഹോ പട്ടണത്തിന്റെ വലിയ മതിലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ യോശുവയ്ക്ക് അറിഞ്ഞുകൂടാ എന്താണ് ഈ അടുത്ത സ്റ്റെപ്പ് എന്ന് അറിഞ്ഞുകൂടാ. യോശുവയോട് ദൈവം ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, നീ നല്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ദൈവം നിന്റെ പക്കൽ ഈ രാജ്യത്തെ ഏൽപ്പിക്കും. പക്ഷേ ഒന്നും കാണുന്നില്ലെങ്കിലും യോശുവ യെരിഹോ സമഭൂമിയിൽ വീണ് കിടന്ന് ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ ദൈവം പറഞ്ഞ ഒരൊറ്റ വാക്കേ ഉള്ളൂ. ഊരിയ വാളും പിടിച്ച് ഒരു വ്യക്തി യോശുവയുടെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ യോശുവ ആകെപ്പാടെ ഞെട്ടി ചോദിച്ച ചോദ്യം, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ? സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ ദൂതൻ പറഞ്ഞ ഒരു കാര്യം, ഞാൻ നിങ്ങളുടെ പക്ഷക്കാരനുമല്ല, ഞാൻ ശത്രുപക്ഷക്കാരനുമല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതനാണ് എന്നെയും നിങ്ങളെയും പരിപാലിപ്പാൻ. വലിയ വൻമതിൽ കാണുന്നതിന്റെ നടുവിൽ യെരിഹോ മതില് ഏറ്റവും ഉയർന്നു നിൽക്കുമ്പോൾ എല്ലാവരും അകത്ത് കയറി വാതിലടച്ചിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ അത്ഭുതം പ്രവർത്തിപ്പാൻ കഴിയുന്ന സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന വിഷയം യോശുവയ്ക്ക് വെളിപ്പെട്ടത് മാത്രമല്ല, അവിടേക്ക് ദൈവത്തിന്റെ ദൂതൻ ഊരിയ വാളും പിടിച്ചു മാത്രം നിന്നതല്ല, വലിയ വൻമതില് താഴേക്ക് വീഴത്തക്കവണ്ണം ഇസ്രായേൽ മക്കളുടെ മുകളിലോട്ടല്ല, പിന്നെയോ താഴോട്ട് താടുപോയെന്നാണ് വേദശാസ്ത്രികളുടെ അഭിപ്രായം. ദൈവത്തിന് വലിയ വൻമതില് അവിടെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ കൽപ്പനയായിരുന്നു ഈ ഇസ്രായേൽ ജനം വലിയ ബാബേൽ കോട്ട തകർത്തിട്ട് അതിലെ ഒരു വസ്തുവും തങ്ങൾക്കായിട്ട് ഉപയോഗിപ്പാൻ പാടില്ല, എല്ലാത്തിനെയും നശിപ്പിച്ചു കളയണം. എന്നാൽ പൊന്നും വെള്ളിയും യഹോവയ്ക്ക് വേണ്ടി വിശുദ്ധ്യം ആയി തീർന്നത് കൊണ്ട് ശപഥാർപ്പിതമായ ഒരു വസ്തുവും ഒരു മനുഷ്യന്റെയും വീട്ടിൽ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള ദൈവത്തിന്റെ കൽപ്പന നിഷേധിച്ച് ഒരു വ്യക്തി ചെയ്ത കാര്യമാണ് യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം, അതുപോലെ 21, 22, 26 വാക്യങ്ങളോട് വായിക്കുമ്പോൾ നമ്മൾ വായിച്ച ആദ്യത്തെ ഭാഗത്തേക്ക് മടങ്ങി വരികയാണ്. ദൈവത്തിന് സ്തോത്രം. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത 21, 26. ഇവിടെ ആഖാനെ കുറിച്ച് 2-3 മിനിറ്റ് നമ്മൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും. ദൈവം എല്ലാ നന്മകളും യോശുവയുടെ അരുളി ചെയ്തതുപോലെ തന്നെ ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തു. യെരിഹോ മതിൽ വീണു. അവരുടെ കുന്തം കൊണ്ടല്ല, വാള് കൊണ്ടല്ല, ദൈവത്തിന്റെ കൽപ്പന പ്രകാരം 7 ദിവസം നടന്നിട്ട് 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റി നടക്കുകയും അവസാനം കാഹളം ഊതുകയും ചെയ്ത ആ നിമിഷം യെരിഹോ മതിൽ താഴെ പോയത് ഇവരുടെ കൈ കൊണ്ടല്ല, പിന്നെയോ ദൈവത്തിന്റെ വാഗ്ദത്തം, ഇസ്രായേൽ മക്കളോടുള്ള ദൈവത്തിന്റെ കരുണ, ഇത് മാത്രമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരൊറ്റ വസ്തുവും അവരുടെ ആവശ്യത്തിന് എടുക്കരുതെന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയായി വരുന്നപ്പോൾ ഈ കൽപ്പന ലംഘിച്ച ആഖാൻ ചെയ്ത 2 കാര്യം ഹവ്വ കണ്ടത് തന്നെ ഈ ആഖാനും കണ്ടു. ഹവ്വായും കണ്ടത് ഇത്രയേ ഉള്ളൂ,
പിശാച് വന്ന് ഹവ്വയോട് പറഞ്ഞ ഒരു കാര്യം, ഇത് കാണുവാൻ നല്ലതാണ്, തിന്മാൻ നല്ലതാണ്, ഇതെല്ലാം ഭംഗിയുള്ളതാണ്, അതുകൊണ്ട് ഇതിലേക്ക് കരം നീട്ടി ഈ വൃക്ഷഫലം തിന്നുന്ന നാളിൽ നീ ദൈവത്തെ പോലെ ആക്കുമെന്ന് പറഞ്ഞ പിശാചിന്റെ വഞ്ചനയിൽ പെട്ട് ഈ ശാപം കൊണ്ടുവന്ന സകല മനുഷ്യരുടെ മേലും ദൈവത്തിന്റെ ശാപം വരുത്തുവാൻ കാരണം, പാപം വരുത്തുവാൻ കാരണം മറ്റൊന്നുമല്ല, കൽപ്പനാ ലംഘനമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ കൽപ്പനാ ലംഘനം അതേപടി ഇവിടെ ഈ ആഖാനും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഈ ആഖാൻ മോഷ്ടിച്ചത് മാത്രമല്ല, ആഖാൻ ആദ്യം സമ്മതിച്ചില്ല. പക്ഷേ ചീട്ടിട്ട് യഹൂദ ഗോത്രത്തെ പിടിച്ച അവസാനം ഈ ആഖാന്റെ പേരിൽ ചീട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവൻ കൺഫസ് ചെയ്ത ഒരു കാര്യമാണ് പറഞ്ഞത്, ഞാൻ എന്ത് ചെയ്തു, ഞാനിതൊക്കെ കണ്ടു, ഞാനിത് മോഹിച്ചു, ഞാനിതെടുത്തു, ഞാൻ കുഴിച്ചിട്ടു. ഇത് ശാപത്തിന്റെ കീഴിൽ സംഭവിച്ചത് എന്താണ്? യെരിഹോ വലിയ മതിലായിരുന്നെങ്കിലും ഹായ് പട്ടണം വളരെ ചെറുതായിട്ട് അവർക്ക് തോന്നി. അധികം പേര് പോകണ്ട, 3000 പേര് പോയാൽ മതിയെന്ന് പറയുമ്പോൾ ഹായ് പട്ടണത്തോട് തോൽക്കാൻ കാരണം ശാപവസ്തുക്കൾ. ഈ ശാപം ഇസ്രായേലിന്റെ പാളയത്തിലുണ്ട്. അവൻ പിടിക്കപ്പെട്ടു. അപ്പോൾ ഈ പിടിക്കപ്പെട്ട ഈ ആഖാൻ പിടിക്കപ്പെട്ടത് മാത്രമല്ല, അവർ പറഞ്ഞ ഒരു കാര്യം, നീ ഞങ്ങളെ വലിച്ചു, അതുകൊണ്ട് ഞങ്ങൾ നിന്നെ വലിക്കും. ഒരു കാര്യം ഓർക്കണം, പാപത്തിന് എന്നും ശിക്ഷയാണ്. ഏത് ലഘുവാണെന്ന് നമ്മൾ കരുതിയാലും അനുസരണക്കേടിന് അതിന്റെ ശിക്ഷയാണ്. ആ ശിക്ഷ അവൻ തൽക്കാലത്തേക്ക് അവൻ അനുഭവിച്ചെങ്കിലും അവിടെ അവനെ കൊണ്ടുവന്നിട്ട് സംഭവിച്ച കാര്യം, അതിന് 26-ാം വാക്യം ഒന്ന് വായിക്കാൻ, 7-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. അവന്റെ മേൽ അവർ ഒരു വലിയ കൽക്കുന്നു കൂട്ടി, അത് ഇന്ന് വരെ ഇരിക്കുന്നു. അങ്ങനെ യഹോവയുടെ ഉഗ്രകോപം മാറി. അതുകൊണ്ട് ആ സ്ഥലത്തിന് എന്ത് ഞാൻ ഇപ്പൊ ഇത്രയും പറഞ്ഞു വന്ന ഒരല്പ വിശദീകരണമായിട്ട് പറഞ്ഞത്, ഇതെന്താ ഈ ആഖോർ താഴ്വര എന്ന് പറയാനാ വന്നു. ഈ ആഖോർ താഴ്വര ട്രബിൾ, വാലി ഓഫ് ട്രബിൾ, അലയ്ക്കപ്പെട്ട ഒരു സ്ഥലം, കുഴപ്പങ്ങളുടെ ഒരു സ്ഥലം, ശപിക്കപ്പെട്ട ഒരു സ്ഥലം. അവിടെ വലിയൊരു കൽക്കൂമ്പാരം, അത് മറ്റാരുടേതുമല്ല, ആഖാന്റെയും കുടുംബത്തിന്റെയും കൽക്കൂമ്പാരം ശാപത്തിന്റെ ഒരു താഴ്വരയായി അത് അവശേഷിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്ന 2 ഭാഗങ്ങളുണ്ട് ആഖോർ താഴ്വരയെ കുറിച്ച്. ഒന്ന് നമ്മൾ ഈ വായിച്ച ഭാഗത്താണ്. അവിടെ അത് പറയുന്നത് പ്രത്യാശയുടെ വാതിലായ ആഖോർ താഴ്വര, പ്രത്യാശയുടെ വാതിൽ. നമ്മൾ ആദ്യം കണ്ടു എന്താണ് ആഖോർ താഴ്വര? ശാപത്തിന്റെ, കലഹത്തിന്റെ, കലക്കത്തിന്റെ എല്ലാം നഷ്ടപ്പെട്ട ഒരു ശവകുടീരത്തിന്റെ മുകളിൽ വന്നിട്ട് അവിടെ നിൽക്കുന്ന ഈ ആഖോർ താഴ്വര പിന്നീട് കാണുന്നത്, പ്രവാചകൻ പറയുക, ഈ അനുസരണക്കേട് നിമിത്തം ശപിക്കപ്പെട്ട ഈ സ്ഥലം ഇന്നിനിയും ശപിക്കപ്പെട്ടതല്ല, പിന്നെയോ ഇത് പ്രത്യാശയുടെ വാതിലാണ്. പിന്നീട് ഇതിനെക്കുറിച്ച് പറയുന്ന ഏക ഭാഗം യെശയ്യാപ്രവചനം 65-ാം അധ്യായം 10-ാം വാക്യമാണ്. 65-ാം യെശയ്യാപ്രവചനം 65-ാം അധ്യായം 10-ാം വാക്യം. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യം, ആഖോർ താഴ്വര എന്തല്ല, ശാപത്തിന്റെ താഴ്വരയല്ല. നമ്മൾ ആദ്യം കാണാൻ എന്താ? ശപിക്കപ്പെട്ട സ്ഥലം.
ഒരു കാര്യം ചിന്തിക്കണം. മനുഷ്യവർഗം ശാപത്തിന്റെ കീഴിലായിരുന്നു. ഈ ശാപത്തിൽ നിന്ന് എനിക്ക് വിടുതൽ തന്നു, എന്നെ രക്ഷിച്ച, എന്നെ ദൈവഭവനത്തിലേക്ക് കൊണ്ടുവന്നു, എനിക്ക് പ്രത്യാശ തന്നു, എന്നെ അനുഗ്രഹിച്ച ദൈവം കേവലം വെറുതെ എന്നെ അനുഗ്രഹിച്ചതല്ല, പിന്നെയോ അനുഗ്രഹിക്കത്തക്കവണ്ണം യഥാർത്ഥ ശിക്ഷ ആകാനല്ല അനുഭവിച്ചത്, പിന്നെയോ മനുഷ്യവർഗത്തിന്റെ ശിക്ഷ മുഴുവൻ. ദൈവരൂപത്തിലിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് തന്നെത്താൻ മനുഷ്യ സാദൃശ്യത്തിലായി ദേശത്തിൽ മനുഷ്യനായി വന്ന് എന്നെയും നിങ്ങളെയും സ്നേഹിച്ച് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പാരമ്യമാണ് നമ്മൾ കാണുന്നത്. നമ്മളെ ദൈവമക്കളാക്കി തീർക്കാൻ ദൈവത്തിന്റെ പുത്രൻ, പാപം അറിയാത്തവൻ, നമുക്ക് വേണ്ടി പാപയാഗമായി തീർന്ന്, നമുക്ക് വേണ്ടി പാപമായി തീർന്ന് നമ്മെ രക്ഷിച്ച യേശുവിൻ നിമിത്തം ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെട്ടു. അതാണ് റോമാലേഖനം 5-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യം വായിക്കാമോ? റോമാലേഖനം 5-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള. ഏകന്റെ ലംഘനത്താൽ അവിടെ നമ്മൾ കണ്ട ഒരു കാര്യം, ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വയും പാപം ചെയ്തപ്പോൾ ഏകന്റെ അനുസരണക്കേടിനാൽ ലോകത്തിലുള്ള സകല മനുഷ്യരും ശാപത്തിന്റെ കീഴിലായിരുന്നപ്പോൾ ആ ശാപത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത് വിലയ്ക്ക് വാങ്ങി ദൈവമക്കളാക്കി തീർത്ത് ദൈവഭവനത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ പുത്രൻ കാൽവരി ക്രൂശിൽ കാണുന്ന കാഴ്ച നമ്മൾ ഒരു നിമിഷം കാണുമ്പോൾ അഘോർ താഴ്വരയിൽ വലിയ കൽക്കൂമ്പാരം ശാപത്തിൻ്റെതായിട്ട് കാണുമ്പോൾ ആ ശാപത്തെ മാറ്റുവാൻ, ആ ദുഃഖത്തെ മാറ്റുവാൻ, മനുഷ്യവർഗത്തിന്മേൽ വാണിരുന്ന മരണത്തിന്റെ ആ ശാപത്തെ മാറ്റുവാൻ, നിത്യജീവൻ തരുവാൻ ദൈവം എന്നോടും നിങ്ങളോടും പ്രസാദിച്ചപ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ പുത്രൻ എന്നെയും നിങ്ങളെയും ദൈവകൃപയിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. ദൈവത്തിന് അതുകൊണ്ടാണ് ആഘോർ താഴ്വരയിൽ നമ്മൾ കാണുന്നത് ആഖാന്റെ മേലുള്ള ദൈവശിക്ഷയുടെ ആ വലിയ ആ കൽക്കൂമ്പാരമല്ല, പിന്നെയോ മനുഷ്യവർഗത്തിന് വേണ്ടി കാൽവരുടെ കീഴ്തടങ്ങളിൽ കാൽവരി ക്രൂശിൽ മരത്തിന്മേൽ തൂങ്ങുന്നതെല്ലാം ശവിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ യേശുക്രിസ്തു ന്യായപ്രമാണ പ്രകാരം ശാപത്തിന്റെ കീഴിൽ ശാപത്തിന്റെ മുഴുവൻ പരിഹാരം വരുത്തുവാൻ ദൈവത്തിന്റെ പുത്രൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി പരമയാഗമായി തീർന്ന് ആ കാൽവരി ക്രൂശിലേക്ക് നോക്കുമ്പോഴാണ് എനിക്ക് നിങ്ങൾക്ക് പറയാനൊരു കാര്യം. നമ്മൾ പാടുമല്ലോ, നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ, മാറിപ്പോ എന്റെ ശാപങ്ങൾ, സൗഖ്യമായി എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. ആ യേശുവിന്റെ നാമത്തിൽ ഒരു നിമിഷം ആ കാൽവരി ക്രൂശിലേക്ക് ആക്കാനെ നീ ചെയ്ത തെറ്റ്, നിന്റെ മേലുള്ള കൽക്കൂമ്പാരമായിട്ടിരിക്കുമ്പോൾ തന്നെ ഈ താഴ്വരെ, ആഘോർ താഴ്വരെ, ഇത് നാശത്തിന്റെ, ശാപത്തിന്റെ, ദുഃഖത്തിന്റെ, കണ്ണുനീരിന്റെ ഒരു താഴ്വരയായിട്ടല്ല ഇന്ന് ഞാൻ നിങ്ങൾ കാണുന്നത്. പ്രത്യാശയുടെ വാതിലാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നത്. സ്വർഗത്തിന്റെ കവാടമാണ്. ദൈവത്തിന് സ്തോത്രം. സ്വർഗം നമുക്ക് മുമ്പിൽ അടയ്ക്കപ്പെട്ടിരുന്ന വാതിൽ തുറക്കപ്പെടുവാൻ മറ്റൊന്നുമല്ല. ഉണരുക, എന്റെ ഇടയനും എന്റെ കൂട്ടാളിയുമായ എന്റെ പുരുഷന്മേൽ വെട്ടുക എന്ന
ഉള്ള പ്രവചനം സക്കറിയ പ്രവാചകൻ പറയും പോലെ ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുന്നവർക്ക് റോമാലേഖനം 3-ാം അതിന്റെ 25 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ പറയുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവന്റെ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ കാണേണ്ടത് ആ കാൽ അവിടെ ശാപത്തിന്റെ ആ കാൽ കൂമ്പാരമല്ല. ഞാൻ എറിയപ്പെടേണ്ട സ്ഥാനത്ത്, ഞാൻ ഇല്ലാതാകേണ്ട സ്ഥാനത്ത് എന്നെ ദൈവകൃപയിലേക്ക് കൊണ്ടുവന്നു. ദൈവം എനിക്ക് തന്ന ആ പ്രത്യാശയുടെ വാതില് നമുക്കൊന്ന് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു കാര്യം ഞാൻ നിങ്ങൾ ഓർക്കണം. നമ്മുടെ ജീവിതത്തിൽ വാലീസ് താഴ്വരകളുണ്ട്, കഷ്ടതയുടെ താഴ്വരയുണ്ട്, രോഗത്തിന്റെ താഴ്വരയുണ്ട്, ദുഃഖങ്ങളുടെ താഴ്വരയുണ്ട്, ഒറ്റപ്പെടുത്തലിന്റെ താഴ്വരയുണ്ട്, ആരും സഹായിക്കാൻ കഴിയാത്ത താഴ്വരകളുണ്ട്. അവിടെയൊക്കെ പറയുമ്പോൾ സംഗീതക്കാരൻ ദാവീദ് പറഞ്ഞ ഒരു കാര്യം, ഞാൻ മരണനിഴലിന്റെ താഴ്വരയിൽ കൂടെ കടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. പ്രിയ വൈതലേ, ദൈവവൈതലേ, ഇന്ന് ഓർക്കേണ്ട ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൽ താഴ്വര വെറുതെ വരുന്നതല്ല. എൻ്റെ ജീവിതത്തിൽ ശാപമായി തീർന്ന ഈ ആഘോർ താഴ്വര ഇന്ന് സ്വർഗത്തിലെ ദൈവം കർത്താവ് പറയുന്നു, ഈ താഴ്വരയിൽ കൂടി ഞാൻ കടക്കണം. താഴ്വര നിത്യമല്ല, കടക്കേണ്ട സ്ഥലമാണ്. 54-ാം സങ്കീർത്തനം അതിൻ്റെ 5-6 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം, ഞങ്ങള് ആ താഴ്വരയിൽ കൂടെ, ആ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടെ കടക്കുമ്പോഴും ഒരു കാര്യം ഞങ്ങൾക്കറിയാം, കടക്കുന്നതേ ഉള്ളൂ, ഇവിടെ സ്ഥിരമല്ല. ലോകത്തിൽ ഒരു ദുഃഖവും സ്ഥിരമല്ല, ഒരു കണ്ണുനീരും സ്ഥിരമല്ല. പക്ഷേ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മളെ ദൈവം ഈ താഴ്വരയിൽ കൂടെ നടത്തുന്നത്. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തണം. ഞാൻ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ, ഭാരങ്ങൾ, രോഗങ്ങൾ ഇതെല്ലാം കടന്നു വരുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തണം. ആ പ്രത്യാശയോടെ നമ്മെ കൊണ്ട് എത്തിക്കാൻ ദൈവം പല കാര്യങ്ങൾ, വിധേയല്ലാത്തിരുന്ന ഈ ഗോമറിനെ വിധേയയാക്കി തീർക്കുവാൻ, അനുസരണമുള്ളവനാക്കി തീർക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ടവളായി തീരുവാൻ ഒരു കാര്യം നമ്മൾ കണ്ടു. ഈ ആഘോർ താഴ്വരെ അനുഗ്രഹത്തിന്റെ കവാടമായി, പ്രത്യാശയുടെ കവാടമായി തീർത്തിട്ട് അവിടെ ഇട്ടേച്ചു പോകുകയല്ല. അടുത്ത വാക്ക്, ഞാൻ അവളെ വശീകരിച്ച് എന്ത് ചെയ്യും? മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അവളോട് കൃത്യമായിട്ട് ഇടപെട്ടു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ മരുഭൂമി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. എൻ്റെ ചെറുപ്പകാലത്ത് രാജസ്ഥാനിലും വെസ്റ്റേൺ രാജസ്ഥാനിലും അതുപോലെ നമ്മളിവിടെ അരിസോണയുടെ സൗത്ത് ഭാഗത്തൊക്കെ പോയാൽ നമുക്ക് കാണാം മരുഭൂമി എന്താണ്. ആ മരുഭൂമിയിൽ ടെക്സാസിൻ്റെ പടിഞ്ഞാറ് ചെന്നാലും നമുക്കറിയാം അവിടെ കാക്ടസും അതുപോലെയുള്ള ചെടികളല്ല, അതൊന്നുമില്ല. അവിടെ കൂടെ ഒറ്റയ്ക്ക് വെള്ളമില്ലാതെ നടക്കുന്ന സമയത്തും ആ സ്ഥലത്തൂടെ ഞാൻ പോകുന്നതല്ല, ദൈവം അയക്കുന്നതാണെങ്കിൽ, നമ്മുടെ പോകുന്ന വഴിയല്ല, ദൈവം അയക്കുന്നതാണെങ്കിൽ, ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കഷ്ടത്തിൻ്റെ കണ്ണുനീരും ദുഃഖത്തിൻ്റെ ഞെരുക്കത്തിൻ്റെ അപ്പവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഏകാന്തതയുടെ നടുവിലൂടെ പോകുമ്പോഴും നിന്റെ ഉപദേഷ്ടാവ് നിനക്ക് മറഞ്ഞിരിക്കത്തില്ല. ഞാനും നിങ്ങളും കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ
എൻ്റെ കർത്താവിൻ്റെ ശബ്ദം, കർത്താവിൻ്റെ അയിമ്പ ശബ്ദം നമ്മെ കേൾപ്പിച്ച് ഉദ്ദിഷ്ട സ്ഥാനത്തേക്ക് കൊണ്ടുപോകുക മാത്രമല്ല, അവിടെയാണ് ദൈവത്തിന് എന്നോടും നിങ്ങളോടും കൃത്യമായിട്ട് സംസാരിക്കാൻ. നമുക്കെല്ലാം പരിചയമുള്ളൊരു വ്യക്തിയാ ഏലിയാവ്. ഏലിയാവ് ഭർത്താവിന് വേണ്ടി ഒരുപാട് ശുഷ്കാന്തിച്ച തൻ്റെ ജീവിതത്തിൽ ഒരു ചിന്തയുണ്ടായിരുന്നു. ഇസ്രയേലെല്ലാം ദൈവത്തെ വിട്ടുപോയി, ഞാൻ ഒരുത്തം മാത്രമേ ഉള്ളൂ. പക്ഷേ ഏലിയാവിൻ്റെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാൻ ഒരു കർമ്മേൽ പർവ്വതം നമുക്കറിയാം. ഇസ്രയേൽ മുഴുവൻ വീണു വണങ്ങി, യഹോവയുടെ മുമ്പാകെ വീണു വണങ്ങി, ദൈവമായ യഹോവ ഒഴിച്ച് വേറെ ദൈവമില്ലെന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിഞ്ഞിട്ട് ഇസ്രായേൽ പറയാം, ഈ 850 പ്രവാചകന്മാരെ കൊന്ന കൂട്ടത്തിൽ നിന്നെയും അവരിലൊരുത്തനെ പോലെ ആക്കും എന്ന് പറഞ്ഞപ്പോൾ നിരാശയുടെ താഴ്വരയിൽ ഈ ഏലിയാവ് ചെന്നപ്പെട്ടിട്ട് നമുക്കറിയാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 12-ാം അധ്യായം വ്യക്തമായിട്ട് പറയുന്ന പല കാര്യങ്ങളുണ്ട്. അതിലൊന്ന് മറ്റൊന്നുമല്ല, ഈ മരുഭൂമിയിൽ ചെന്നിട്ട് രക്ഷാർത്ഥം ഓടിപ്പോയി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു ചുക്കുരച്ചെടി, ഈ വളരെ ഒരു തണലുമില്ലാത്ത ഈ സ്ഥലത്ത് ചുക്കുരച്ചെടിയുടെ കീഴിൽ കിടന്ന് പറയാ, മതി കർത്താവേ, മതി, എന്നെ അങ്ങ് എടുത്തോണേ. ഞാൻ നിങ്ങൾ എത്ര പ്രാവശ്യം ഈ നിരാശയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. നല്ല എൻ്റെ നടുവിൽ ഈ താഴ്വരയെ കളഞ്ഞിട്ടില്ല. ഈ ആഘോർ താഴ്വരയിൽ നമ്മളെ തകർത്ത് കളഞ്ഞിട്ടില്ല. എന്നാൽ അവിടെ നിന്ന് അതാത് സമയത്ത് തുരുത്തിയിലെ വെള്ളം തന്നു, കനലിലെ ആടം തന്നു, എന്നെയും നിങ്ങളെയും തട്ടി ഉണർത്തി. നിനക്ക് ഈ ദൂരെ യാത്ര ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് ക്ഷീണിച്ചു പോയ സമയത്ത് എത്ര പ്രാവശ്യം ദൈവത്തിന്റെ ആലോചന, എത്ര പ്രാവശ്യം ദൈവത്തിന്റെ നന്മകൾ, അതാത് സമയത്തേക്കുള്ള അപ്പവും അതാത് സമയത്തേക്കുള്ള തുരുത്തിയിലെ വെള്ളവും നമ്മുടെ ജീവിതത്തിന്റെ വഴികളൊക്കെ പേരിയാക്കി നമ്മെ തട്ടി ഉണർത്തി. പിന്നെയും പറയുന്ന ഒരു കാര്യം, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. അതുകൊണ്ട് ജീവിതം ഇവിടെ അവസാനിച്ചിട്ടില്ല, നിനക്ക് പോകേണ്ട സ്ഥലമുണ്ട്. അവസാനം അവിടെ നിന്ന് എഴുന്നേറ്റ് മരുഭൂമിയിൽ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് എന്താന്ന് നമുക്കറിയാം. മരുഭൂമിക്ക് അപ്പുറത്തുള്ള മരുഭൂമിക്ക് അപ്പുറത്ത് ഒരു സ്ഥലത്തേക്ക് നടത്തുമ്പോൾ ഏലിയാവിന് അറിഞ്ഞുകൂടാ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവരുന്നത്. ഒരു ഗുഹയിൽ ചെന്ന് അവിടെ ഒളിച്ചിരിക്കുമ്പോൾ ഏലിയാവ് കേട്ട ശബ്ദം ഭൂകമ്പത്തിലല്ല, തീയിലല്ല, കൊടുങ്കാറ്റിലല്ല, അതിന് പുറകെ ഒരു നേരിയ ശബ്ദം. ജീവിതത്തിന്റെ പ്രത്യാഘാതങ്ങൾ, ജീവിതത്തിന്റെ ആഘാതങ്ങൾ, ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ, ജീവിതത്തിൽ ആരും സഹായിപ്പാനില്ലാത്ത സ്ഥാനം, ഇതിലൂടെയൊക്കെ ഞാനും നിങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവമേഖലയെ ഞാനും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് സ്തോത്രം, ഈ വലിയ ശബ്ദങ്ങളോ വലിയ പ്രശ്നങ്ങളോ ഒന്നിനു പുറകെ എന്നായിട്ട് കടന്നു പോകും. പക്ഷേ മൃദുശബ്ദം മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ട് ചെന്ന് എന്നോട് നിങ്ങളോട് സംസാരിക്കുന്ന എത്ര പ്രാവശ്യം നമ്മൾ അറിഞ്ഞുകൂടാത്ത വഴികൾ ദൈവത്തിൻ്റെ ആലോചന തന്നു. ഏലിയാവേ, നീ പറഞ്ഞത് മതിയെന്ന്. പക്ഷേ നീ മതിയെന്ന് പറയുന്നിടത്തല്ല, പിന്നെയോ നിന്നെ കൊണ്ട് ചിലതുകൂടൊക്കെ ചെയ്യിക്കാനുണ്ട്, നിനക്ക് രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാനുണ്ട്,
പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യാനുണ്ട്. നിനക്ക് അനേക കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതൊക്കെ വ്യക്തമായിട്ട് കേൾക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയിലല്ല. നമ്മൾ മനസ്സിലാക്കിയല്ലോ, ഉയർച്ചയുടെ നടുവിൽ ഇസ്രായേല് ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയാണ് ചെയ്തത്. ദൈവത്തെ നിഷേധിക്കുകയാണ് ചെയ്തത്. അവർ ദൈവത്തെ അന്വേഷിക്കേണ്ടതിന് പകരം ഭൗമികമായ നേട്ടങ്ങൾ, ജീവിതത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ, ജീവിതത്തിൻ്റെ ഉയർച്ചകൾ, അന്യജാതിക്കാരിൽ നിന്നുള്ള അവരുടെ ഇൻഫ്ലുവൻസ്, ഇതെല്ലാം അവരെ തകർത്ത് കളഞ്ഞപ്പോൾ, അവരെ ദൈവസന്നിധിയിൽ അകറ്റി കളഞ്ഞപ്പോൾ, അവരെ തള്ളിക്കളയാതെ പിന്നെയും സ്വീകരിച്ച ദൈവം ഞാനും നിങ്ങളും നിരാശരായി ജീവിതത്തിൽ ഇനി രക്ഷയില്ലെന്ന് പറഞ്ഞ് പാപത്തിന്റെ അടിമകളായിരുന്നു അമ്മ. പാപത്തിന്റെ അടിമച്ചന്തയിൽ അഗോമറിനെ വിറ്റതുപോലെ വിൽക്കപ്പെട്ട സ്ഥാനത്ത് ദൈവത്തിന്റെ പുത്രൻ തന്റെ പൊന്നവളി മുതലായ അടിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, കുഞ്ഞാടിന് നിർദോഷവും നിഷ്കളങ്കവുമായ പുണ്യാഹിരക്തം കൊടുത്ത് എന്നെയും നിങ്ങളെയും വിലയ്ക്ക് വാങ്ങി ദൈവഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് സ്നേഹത്തിന്റെ കൊടി കീഴിൽ നമ്മെ ആക്കി വീഞ്ഞു വീട്ടിലെ അനുഭവത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾപ്പിച്ച് ദൈവത്തിന് നിയോഗം തന്ന് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ തന്ന് അനുഗ്രഹങ്ങളുടെ കവാടം തുറന്നു തന്ന് എന്നെ നിത്യമായ അവകാശത്തിന് വേണ്ടി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ആ ദൈവത്തിന്റെ കൃപയെ ഓർത്ത് നമുക്ക് എല്ലാവർക്കും അല്പസമയം കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാപത്തിന്റെ കീഴിലായിരുന്ന ആഘോർത്താൽ വരെ പ്രത്യാശയുടെ വാതിലാക്കി തീർക്കുക മാത്രമല്ല, അത് ജീവിതത്തിന്റെ അനുഭവമാക്കി തീർക്കാൻ, അതിലുപരി വ്യക്തമായി എന്നോട് അറിയിപ്പാൻ, നേരിയ ശബ്ദം കേൾക്കുവാൻ, രോഗത്തിന്റെ നടുവിലും ഭാരങ്ങളുടെ നടുവിലും വേദനകളുടെ നടുവിലും ഒറ്റപ്പെടുത്തലിന്റെ നടുവിലും ദൈവശബ്ദം നമ്മുടെ കാതുകളിലേക്ക് നമ്മോട് പറയുന്ന ഒരു വാക്കേ ഉള്ളൂ, യു ഹാവ് എ ലോങ് വേ ടു ഗോ. എനിക്ക് നിങ്ങൾക്കും പോകാൻ യാത്രയുണ്ട്. അവസാനിച്ചിട്ടില്ല, അവസാനിച്ചുവെന്ന് ഏലിയാവ് പറഞ്ഞു. പക്ഷേ അവസാനിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, it's a new beginning. It's a dead end or a new beginning. Let us trust in the Lord. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ.